നമസ്കാരം. ഇന്ന് നിങ്ങളുടെ ഭാഗ്യം എന്താണ് നിങ്ങൾക്കായി കരുതിയിരിക്കുന്നതെന്നറിയണ്ടേ? സൂര്യരാശി നോക്കി ഇന്നത്തെ ഫലമറിയാം. മേടം രാശി. ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വെല്ലുവിളികൾ എത്ര പ്രയാസകരമായാലും ധൈര്യത്തോടെ നേരിടുക. നല്ല വാർത്തകൾ നിങ്ങളെ തേടിയെത്തും. മത്സര പരീക്ഷകളിലെ വിജയം സന്തോഷം നൽകും. ഭാവിയിൽ കാര്യമായ നേട്ടങ്ങൾ കൈവരുത്തുന്ന വിശ്വസ്തനും കഴിവുള്ളവനുമായ ഒരു വ്യക്തിയുമായി നിങ്ങൾ ബന്ധപ്പെടാം. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും യാഥാർത്ഥ്യബോധമുള്ള കാഴ്ചപ്പാട് നിലനിർത്താനുമുള്ള സമയമാണിത്. വിശ്വാസവും ഉയർന്ന ശക്തിയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയം കൊണ്ടുവരും. നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവായി നിലനിർത്തുക. യാത്രകൾക്കുള്ള സാധ്യതയുണ്ട്. നല്ല ലക്ഷ്യങ്ങളോടുള്ള ഈ യാത്ര നിങ്ങളെ പുരോഗതിയുടെ പാതയിൽ നിലനിർത്തും. ഇടവം രാശി. ജീവിത സാഹചര്യത്തിൽ നിങ്ങൾ സംതൃപ്തനാകും. ജീവിതത്തിൽ ദ്രുതഗതിയിലുള്ള മാറ്റം സാധ്യമാണ്. ചിന്തകളെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് പുതിയ ബിസിനസ്, പുതിയ ചിന്തകൾ, പുരോഗതിയുടെ പുതിയ പാതകൾ എന്നിവ കൊണ്ടുവരും. ചിന്തകളെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്. എടുക്കുന്ന തീരുമാനങ്ങൾ വലിയ പ്രാധാന്യമുള്ളതായിരിക്കും. സാമ്പത്തിക സ്ഥിതി മികച്ചതായി തുടരും. കഠിനാധ്വാനവും സമർപ്പണബോധവും നിങ്ങളുടെ എല്ലാ ശ്രമങ്ങൾക്കും വിജയം നൽകും. മിഥുനം രാശി. കഠിനാധ്വാനത്തിലൂടെയും സമർപ്പണത്തിലൂടെയും വിജയം കൈവരിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസവും ഉറച്ച തീരുമാനവും ഉപയോഗിച്ച് വരാനിരിക്കുന്ന എല്ലാ വെല്ലുവിളികളെയും വിജയകരമായി നേരിടുക. ഉയർന്നു വരുന്ന തടസ്സങ്ങൾ മറികടക്കുക. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. നിങ്ങളുടെ സഹപ്രവർത്തകർ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്ന് കാര്യമായ സഹായം ലഭിക്കും. വിദേശയാത്രയ്ക്കുള്ള ആഗ്രഹവും സഫലമാകും. സത്യസന്ധവും അർപ്പണബോധമുള്ളതുമായ ജോലി നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുമെന്നതിൽ സംശയമില്ല. പരീക്ഷകളിൽ വിജയമുണ്ടാകും. നിങ്ങളുടെ കഠിനാധ്വാനം നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും. കർക്കിടകം രാശി. നിങ്ങളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന സർഗാത്മകത പുറത്തെടുക്കാനുള്ള സമയമാണിത്. നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയുകയും അത് മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യുക. നല്ല വാർത്തകൾ കേൾക്കും. നിങ്ങൾ ഒരു ജോലി, സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ ഒരു വിവാഹാലോചന എന്നിവയ്ക്കായി കാത്തിരിക്കുന്നുവെങ്കിൽ അനുകൂലമായ വാർത്തകൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു രഹസ്യം ആളുകൾക്ക് മുന്നിൽ വന്നേക്കാം. പക്ഷേ അത് കൂടുതൽ നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. മത്സര പരീക്ഷകളിലും വിജയ സാധ്യതയുണ്ട്. വിവാഹാലോചനകൾ പരിഗണിക്കുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവും ശാന്തവുമായി സൂക്ഷിക്കുക. അനാവശ്യമായ മാനസിക പിരിമുറുക്കം ഒഴിവാക്കണം. ചിങ്ങം രാശി. തൊഴിൽ മേഖലയിൽ ഒരു മാറ്റം സംഭവിക്കാം. ക്ഷമയും സംയമനവും പാലിക്കുക. താമസിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൈവരും. നിങ്ങളുടെ ജീവിത നിലവാരം ഉയരാം. നിങ്ങൾ പരിഹരിക്കാൻ പാടുപെടുന്ന പ്രശ്നങ്ങൾ മുതിർന്നവരുടെ മാർഗനിർദ്ദേശത്തിലൂടെയും ഉപദേശത്തിലൂടെയും എളുപ്പത്തിൽ പരിഹാരം കണ്ടെത്തും. ബിസിനസ്സിൽ നിങ്ങൾക്ക് ഗണ്യമായ പുരോഗതി കൈവരിക്കും. കൂടാതെ ജോലിയിലും ഉയർന്ന സ്ഥാനക്കയറ്റത്തിനുമുള്ള എല്ലാ അവസരങ്ങളും വന്നു ചേരും. ജോലിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും. ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം ഇരട്ടിയാകും. കന്നിരാശി. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ ശ്രമിക്കും. സഹപ്രവർത്തകർക്കും പ്രിയപ്പെട്ടവർക്കും നിങ്ങൾ ഒരു നല്ല ഉപദേശകനാകും. യുക്തിസഹവും ബുദ്ധിപരവുമായ സ്വഭാവം നിങ്ങളെ ഒരു ജ്ഞാനിയായ വ്യക്തിയാക്കും. നിങ്ങളുടെ ഉപദേശം മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുമ്പോൾ അത് നിങ്ങൾക്കും ഒരുപോലെ സഹായകമാകും. തുലാം രാശി. ക്ഷമയും ആത്മനിയന്ത്രണവും നിലനിർത്തുക. ധൈര്യവും ആത്മവിശ്വാസവും നിലനിർത്തണം. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ശ്രമിക്കുക. വിജയത്തോടെ മുന്നോട്ടു പോകാനുള്ള അവസരങ്ങൾ വന്നു ചേരും. മുതിർന്നവരിൽ നിന്ന് ഉപദേശം തേടുക. ചുറ്റുമുള്ള നിഷേധാത്മകത ഇല്ലാതാക്കാൻ ശ്രമിക്കുക. കൂടാതെ നിങ്ങളുടെ ചിന്തയെ പോസിറ്റീവായി മാറ്റുക. ക്ഷമയോടും ആത്മനിയന്ത്രണത്തോടും കൂടി മുന്നോട്ടു പോകണം. അനുഭവത്തിൽ നിന്ന് പഠിക്കുകയും പുരോഗതി നേടുകയും ചെയ്യുക. പരിശ്രമിക്കുന്നവരെ ദൈവം എപ്പോഴും പിന്തുണയ്ക്കും. നിങ്ങളുടെ ഉയർന്ന ശക്തിയിൽ വിശ്വാസം നിലനിർത്തുക. വൃശ്ചികം രാശി. ബന്ധങ്ങൾക്ക് മുൻഗണന നൽകുക. നിങ്ങളുടെ മേൽ ചുമത്തപ്പെട്ട കുറ്റാരോപണങ്ങൾ നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കും. വ്യാജവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നും നിങ്ങളുടെ നിരപരാധിത്വം എങ്ങനെ തെളിയിക്കാമെന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക. പ്രശ്നങ്ങൾ സമാധാനപരമായും ക്ഷമയോടെയും പരിഹരിക്കാൻ ശ്രമിക്കണം. പ്രശ്നത്തിന് പെട്ടെന്ന് പരിഹാരം കണ്ടെത്താനും ശ്രമിക്കുക. പ്രായമായവരുടെയോ പരിചയസമ്പന്നരുടെയോ ഉപദേശം തേടേണ്ടത് ആവശ്യമാണെങ്കിൽ അത് ചെയ്യാൻ മടിക്കരുത്. ധനുരാശി. ചിന്തകളിൽ ആരുടെയും പ്രാധാന്യം കുറച്ചു കാണാൻ ശ്രമിക്കരുത്. കുടുംബാംഗങ്ങൾക്കുള്ള എല്ലാ ഉത്തരവാദിത്വങ്ങളും നിങ്ങൾ കാര്യക്ഷമമായി നിറവേറ്റും. സന്തോഷകരവും സമൃദ്ധവുമായ ജീവിതം വിഭാവനം ചെയ്യുക. കഠിനാധ്വാനം ചെയ്യുകയും പരിശ്രമിക്കുകയും ചെയ്യണം. നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യത്തിന്റെ വക്കിലാണ്. ജോലിയിൽ നടത്തുന്ന പരിശ്രമം നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്നു. എന്തു ചെയ്താലും അത് നിങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയാകുന്നു.
വീട്ടിൽ ഒരു മതപരമായ പരിപാടിക്കോ പ്രാർത്ഥനയ്ക്കോ ഉള്ള അവസരങ്ങൾ വന്നു ചേരും. മകരം രാശി, അച്ചടക്കത്തോടെയും ക്ഷമയോടെയും ആത്മവിശ്വാസത്തോടെയും എല്ലാ വെല്ലുവിളികളെയും നിങ്ങൾ വിജയകരമായി നേരിടുക. ജീവിതത്തിൽ വിജയത്തിന്റെ പാതയിൽ നിങ്ങൾ തുടരും. പരിശ്രമങ്ങളിൽ നിങ്ങൾ വിജയം കൈവരിക്കും. ജീവിതത്തിലെ എല്ലാം മെച്ചപ്പെട്ടതായി തുടരും. സ്ഥിരോത്സാഹത്തോടെയും ആത്മവിശ്വാസത്തോടെയും വെല്ലുവിളികളെ നേരിടേണ്ട സമയമാണിത്. ബുദ്ധിമുട്ടുകൾ ഉടൻ ഇല്ലാതാകും. നിങ്ങളുടെ പ്രൊഫഷണൽ വ്യക്തിഗത മേഖലകളിൽ പുരോഗമിക്കുന്നത് തുടരും. കുംഭം രാശി, നിങ്ങളുടെ മനസ്സ് തികച്ചും അസ്വസ്ഥമാണ്. ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുക. ഏത് ജോലിയിലും തിരക്ക് കൂട്ടുന്നത് ഒഴിവാക്കുക. പ്രൊഫഷണൽ ജീവിതവും വ്യക്തിജീവിതവും സന്തുലിതമാക്കേണ്ടത് അത്യാവശ്യമാണ്. അമിതമായി എന്തെങ്കിലും പ്രതിഫലിപ്പിക്കുന്നതോ ഒരു പരിധിക്കപ്പുറമുള്ള എന്തെങ്കിലും അവഗണിക്കുന്നതോ ഹാനികരമായേക്കാം. നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. ബന്ധങ്ങളിലെ തെറ്റിദ്ധാരണകൾ അർപ്പണബോധത്തോടെ പരിഹരിക്കാൻ ശ്രമിക്കുക. മാനസിക ശക്തി നിലനിർത്തുക. സമാധാനത്തോടെ മുന്നോട്ട് പോകണം. മീനം രാശി, എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. സമയം അനുകൂലമാണ്. ഒന്നിലധികം അവസരങ്ങൾ ഒരേ സമയം വന്നു ചേരാം. ഇത് അല്പം ആശയക്കുഴപ്പം സൃഷ്ടിച്ചേക്കാം. ക്ഷമയോടും ആത്മനിയന്ത്രണത്തോടും കൂടി ശാന്തമായ മനസ്സോടെ വിഷയങ്ങൾ പരിഗണിക്കുക. കഠിനാധ്വാനത്തിലൂടെ മത്സര പരീക്ഷകളിലെ വിജയം സാധ്യമാണ്. ക്ഷമയോടെ കാത്തിരിക്കുക.